സമയം ഞാൻ എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ദിസ് ഈസ് ദ ഡേ ദാറ്റ് ദ ലോർഡ് ഹാസ് മെയ്ഡ്. നമ്മൾ പറയാറുണ്ട് ഇന്നേ ദിനം ദൈവനിർമ്മിതം. ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ പ്രിയ മകൻ്റെ 8ാം വർഷം. ഹല്ലേലൂയ. ദൈവം അവന് 7 വർഷം ദാനമായി കൊടുത്തു. എല്ലാവരും സന്തോഷമല്ലോ? ഓൾ യു ഹാപ്പി? യെസ്. അങ്ങനെ നാം ഒരുമിച്ച് പ്രിയ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ പൈതലിനെ അനുഗ്രഹിക്കുവാനും ദൈവം ചെയ്ത സകല നന്മകൾക്ക് നന്ദി പറയുവാനും നാം കൂടിയിരിക്കുന്നു. Hallelujah. We gathered here. I would like to call this as a Thanksgiving prayer rather than a birthday party, because as we know, we don't celebrate parties. You can't see any wine bottles, nothing here. Just Bibles and, people who praise God. Hallelujah. We give more importance to give glory and honor and thanks to the Almighty rather spending time in celebrations. ഹല്ലേലൂയ. ദൈവം നമ്മെ സഹായിക്കട്ടെ. കടന്നു വന്ന എല്ലാവരെയും ദൈവനാമത്തിൽ ഞാൻ ഒരിക്കൽ കൂടി ഈ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. I don't want to extend the time. I don't want to waste your time a lot. So this is the time for a sermon. Hallelujah. Our beloved Pastor Manoj Abraham is going to, I should conquer this stage for a while, and he will give you sermons. He will give you the blessed messages from the Bible. He will introduce a person called Jesus Christ who can change your life forever. I believe it. Hallelujah. ദൈവനാമത്തിൻ്റെ മഹത്വം. ഈ സമയം സന്ദേശത്തിനുള്ള സമയമാണ്. ബഹുമാനപ്പെട്ട ദേവദാസനെ ഞാൻ ഈ സമയത്തിന് മുന്നേ ക്ഷണിക്കുകയാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. And there will be translation as well. Yeah. Praise the Lord. Praise the Lord. Praise the Lord. എല്ലാവർക്കും സ്നേഹവന്ദനം. Greetings to you all in the precious name of our Lord and Savior Jesus Christ. നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ കർത്താവിനെ സ്തുതിക്കുവാനും സന്തോഷിക്കുവാനും ഇങ്ങനെ ഒരു അവസരം കൂടി ദൈവം തന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം. I thank the Lord Almighty for giving another wonderful opportunity to thank in His name and helped us to gather in His mighty presence. എബി ഓർപ്പിച്ചതുപോലെ ഇതൊരു ബർത്ത്ഡേ പാർട്ടിയല്ല. നമ്മൾ ഒരുമിച്ച് ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ ഒരു താങ്ക്സ് ഗിവിംഗ് ആണ്. As Brother Abi has mentioned earlier, that we are not celebrating this birthday party. Instead, we are actually thanksgiving to the Lord for all His faithfulness. വിശുദ്ധ ബൈബിളിൽ ഒരു വാക്യമുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ്: അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. This is what the verses says, that let them exalt the name of the Lord for all the blessings that the Lord has empowered to them, poured upon them in their lives. അപ്പോൾ ദൈവം ചെയ്ത നന്മയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാനാണ് ബൈബിളിൻ്റെ ആ വാക്യം, ആ സങ്കീർത്തന വാക്യം നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രിയ രാജാപദനെയും ഷീല സിസ്റ്ററേയും ദൈവം അവർക്ക് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നൽകി, അനുഗ്രഹിക്കപ്പെട്ട ഒരു മകനെ ദൈവം അവർക്ക് നൽകി. ആ ദൈവം ചെയ്ത നന്മയെ ഓർത്ത് ദൈവത്തിന് സ്തുതി അർപ്പിക്കുവാൻ, ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ മാത്രമല്ല, അവൻ 7 വർഷം ഈ ഭൂമിയിൽ ആരോഗ്യത്തോടെ ജീവിച്ചു. 8ാമത്തെ വയസ്സിലേക്ക് പ്രിയ പൈതലിന് പ്രവേശിപ്പാൻ ദൈവം അവസരം നൽകി. അതിനു ദൈവത്തിന് താങ്ക്സ് നൽകാനായിട്ടാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. So we have gathered here again to give thanks to the Lord Almighty. As we all know, Raja brother and Sheila sister, God has given them a blessed family, and they have been blessed with a blessed child, Joshua, and he has completed his 7 years with the help of the Lord, and God blessed him. And we are here to celebrate his birthday in the meaning that we are going to give thanks to the Lord for taking care of him, protecting him all these years. നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ ഒരു ചില മിനിറ്റുകൾ മാത്രമേ ഞാൻ സംസാരിക്കുള്ളൂ. എനിക്കറിയാം ഇതൊന്നും അല്ല നിങ്ങളെ പലരെയും ശ്രദ്ധ. ഇത് കഴിഞ്ഞ് നല്ല ഫുഡൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിക്കണം, കേക്ക് കഴിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ പെട്ടെന്ന് നിർത്തും, ആലക്ഷ്യമായിട്ടിരുന്ന കുറച്ച് സമയം നീണ്ടുപോകും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നമുക്ക് ദൈവസന്നിധിയിൽ നിങ്ങളുടെ എല്ലാം അറ്റൻഷൻ, ശ്രദ്ധ, ഞാൻ നിങ്ങളെ വളരെ ഹമ്പിളായിട്ട് ഞാൻ നിങ്ങളുടെ എല്ലാം ശ്രദ്ധയൊന്ന് ചോദിക്കുകയാണ്. ചില മിനിറ്റുകൾ നമ്മൾ ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്ന ചില കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരിക്കാം.
I humbly request you for your earnest attention to this preaching. I'm not going to take so much time here, and if you listen carefully, I'll not take so much time. I'll wind up quickly. അപ്പോൾ ഞാൻ ഓർപ്പിച്ചല്ലോ, നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ് രാജാബോധം ഷീല സിസ്റ്ററും. അവരെ കാണാനുമില്ല, അവിടെ ഉണ്ട്. ഓക്കെ. അപ്പോൾ അവരുടെ സന്തോഷത്തിൽ നമ്മൾ ഒരുമിച്ച് പങ്കുചേരുകയാണ്. So it's a blessed family, Brother Raja and his wife Sheila sister with his son, and they are a great blessing to our church, and we are partaking in their celebration of their son's birthday today. ഈ മലയാളത്തിൽ ഇങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്, അല്ലെങ്കിൽ ഒരു പറച്ചിലുണ്ട്, ദുഃഖം അത് പങ്കുവെച്ചാൽ കുറയുമെന്നും സന്തോഷം പങ്കുവെച്ചാൽ വർദ്ധിക്കുമെന്നും. There is a saying, like a proverbs, it says that if you share the joy, it will multiply, and if you share the sadness or sorrow, it will decrease. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരുടെ സന്തോഷം വർദ്ധിക്കാനായിട്ടാണ് നമ്മൾ ഒന്നിച്ച് അത് ഷെയർ ചെയ്യുമ്പോൾ അവരുടെ സന്തോഷം, കുറച്ച് സന്തോഷമേ ഉള്ളൂ, അത് ഒത്തിരി വർദ്ധിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. അവരുടെ പ്രിയ പൈതലിന് ദൈവം അവർക്ക് ദാനമായി നൽകി. നമ്മുടെ പ്രിയ പൈതലിന് ദൈവം അവന് 1 വയസ്സ് കൂടി കൊടുത്തപ്പോൾ ആ സന്തോഷം നമ്മൾ ഒന്നിച്ച് പങ്കുവെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒന്നിച്ചത് പങ്കുവെക്കുമ്പോൾ സന്തോഷം വർദ്ധിക്കും. So this is why we are gathered here today, is that God has blessed them with a child, and his birthday we are celebrating, and we are sharing their happiness, and it's going to multiply. That's why we are going to multiply the happiness and the joy they have got, and we are sharing that with them. Praise the Lord. Joshua, happy birthday. Sit there. Okay, happy birthday. അപ്പോൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഇനി ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത്, ഞാൻ സംസാരിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളാണ്. വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലാണ് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. I'm going to preach in a few minutes about the basic foundation which is present in the Bible. So I am going to go into that. എന്താണ് ബൈബിളിൻ്റെ ബൈബിളിൽ നിന്ന് പ്രസംഗിക്കുന്നത്? ബൈബിൾ ഒരു മതഗ്രന്ഥമല്ലേ, ഒത്തിരി മതഗ്രന്ഥങ്ങൾ പോലെ ഒരു മതഗ്രന്ഥമല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളും ഈ കൂട്ടത്തിൽ കണ്ടേക്കാം. So maybe a few of us will be thinking that Bible is one of the religious books as like the many. ഒത്തിരി മതഗ്രന്ഥങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പേരുകൾ ഞാൻ പറയാതെ തന്നെ നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട്, ഞാൻ പറയുന്നില്ല. പക്ഷേ വിശുദ്ധ ബൈബിൾ അങ്ങനെ ഒരു മതത്തിൻ്റെ ഗ്രന്ഥമായിട്ടൊക്കെ ആളുകൾ ചിത്രീകരിക്കുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ ബൈബിൾ ഒരു മതഗ്രന്ഥമല്ല, ഒരു മതത്തിന് വേണ്ടി നൽകിയ ഗ്രന്ഥമല്ല, മുഴുവൻ മനുഷ്യരാശിക്ക് വേണ്ടിയും ദൈവം നൽകിയ ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. The Holy Bible is not just for a particular religion, or it's sometimes maybe people picturize it as part of a religion, but it's when you go deep into the Bible, it's not like that. മറ്റ് മതഗ്രന്ഥങ്ങളിൽ നിന്നും ബൈബിളിനെ വ്യത്യസ്തമാക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊന്നും പറയാൻ എൻ്റെ മുൻപിൽ സമയമില്ല. എന്നാൽ 1-2 കാര്യങ്ങൾ പെട്ടെന്ന് പറയാം. I want to mention a few peculiar characteristics the Holy Bible brings. ഈ ബൈബിളിൻ്റെ എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ ഒരാളല്ല, 40 പേരാണ് ബൈബിൾ എഴുതിയത്. So we know that the Bible has not been written by a single author. Instead, it's been written by 40 writers. അത് 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ അല്ല, 1500 വർഷം കൊണ്ടാണ് ബൈബിൾ എഴുതപ്പെട്ടത്. So the Holy Bible has been written by not by 1 or 2 years or 5 years. Instead, it's been written by 1500 years. 1500 വർഷങ്ങൾ കൊണ്ട് ഏഷ്യ, ആഫ്രിക്ക, അതുപോലെ തന്നെ യൂറോപ്പിന്റെ ചില ഭാഗങ്ങൾ, ഇങ്ങനെ 3 ഭൂഖണ്ഡങ്ങളിലായിരുന്ന ആളുകൾ 1500 വർഷം കൊണ്ട് 40 എഴുത്തുകാര് എഴുതി എഴുതപ്പെട്ടതായ അല്ലെങ്കിൽ എഴുതി തീർത്തതായ ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. The holy book is the one which is written by 40 writers throughout in the years of 1500 and different continents, especially like Asia, Africa and parts of Europe. പക്ഷേ ബൈബിളിന്റെ ആദ്യ പുസ്തകം മുതൽ അതിന്റെ അവസാനത്തെ പുസ്തകം വരെ നമ്മൾ വായിച്ചാൽ ഇത് 40 പേര് 1500 വർഷം കൊണ്ട് എഴുതിയെന്ന് നമുക്ക് തോന്നത്തില്ല. ഒരൊറ്റ വ്യക്തി ഒറ്റ ഇരിപ്പിലിരുന്ന് എഴുതി തീർത്തതുപോലെ നമുക്ക് തോന്നും. അതാണ് ബൈബിളിന്റെ ഒന്നാമത്തെ നിസ്തുല്യത. അതാണ് ബൈബിളിന്റെ ഏറ്റവും പ്രധാനമായ യുണീക്നെസ് എന്ന് പറയുന്നത്. The single uniqueness of Bible is that even though the Bible is written throughout 1500 years by different authors, like 40 authors, and in different parts of the world, but when you look as a single book, it doesn't look like that it's been written throughout these years by all these 40 writers, but it's so unique that it looks like a single author has written it. പ്രിയമുള്ളവരെ, അത് മാത്രമല്ല, ഇനി ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇന്നത്തെ ന്യൂസ് പേപ്പറിനേക്കാളും വിശുദ്ധ ബൈബിളിന്റെ വചനങ്ങൾ
വളരെ പ്രസക്തമാണ്. കാരണം ഇന്നലെ എന്ത് സംഭവിച്ചു എന്ന് മാത്രമല്ല, ഇന്നെന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല, നാളെ എന്ത് സംഭവിക്കുമെന്നും വളരെ കൃത്യമായി തെറ്റുപറ്റാതെ പറഞ്ഞ ഒരൊറ്റ പുസ്തകം വിശുദ്ധ ബൈബിളാണ്. The Holy Bible is a single book which actually tells what is happening currently and also what is going to happen in the future. Even though there are some updates there, but still Bible is unique in its own ways. ഞാൻ ബൈബിളിൻ്റെ അതേ നിസ്തുലതകളെ കുറിച്ച് പറയാനല്ല നിൽക്കുന്നത്. വിശുദ്ധ ബൈബിളാണ് എൻ്റെ പ്രസംഗത്തിൻ്റെ ആധാരമെന്നുള്ളത് കൊണ്ടാണ്, ബൈബിൾ എന്തുകൊണ്ട് പ്രസംഗിക്കപ്പെടുന്നു അല്ലെങ്കിൽ ബൈബിളിൻ്റെ പ്രസംഗത്തിന് എന്താണ് ഇത്ര പ്രത്യേകത എന്നുള്ളത് കൊണ്ട് മാത്രം ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ വിശുദ്ധ ബൈബിളിലെ ഒരു വാക്യം വളരെ നമുക്കൊക്കെ പരിചയമുള്ള ഒരു വാക്യമാണ്. മീൻസ് ബൈബിളുമായിട്ട് അടുത്ത് ബന്ധമുള്ളവർക്ക് വളരെ പരിചയമുള്ള ഒരു വാക്യമാണ്. ബൈബിളിൻ്റെ ഏറ്റവും കാതലായ വാക്യമെന്നാണ് ആ വാക്യം അറിയപ്പെടുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. നിങ്ങൾ ബൈബിൾ ഉള്ളവരും തുറക്കണം, എടുത്ത് വായിക്കണം. അതെ, ഒന്ന് ഉച്ചത്തിൽ വായിക്കാൻ പറ്റുന്നവരൊന്ന് ഉച്ചത്തിൽ വായിക്കണം വാക്യം. John verses 3 verses 16. It's a core verses in Bible. For God so loved the world that he gave his only begotten Son, that whoever believes in him shall not perish but have eternal life. Praise the Lord. നിങ്ങൾ ശ്രദ്ധിച്ച ആ വാക്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആ വാക്യം എങ്ങനെയാണ്? തൻ്റെ ഏകജാതനായ പുത്രൻ, അല്ലേ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. For this is the verse it says, for God so loved the world that he has given his only begotten Son, whomsoever believes in him shall not perish but will have eternal life. Praise the Lord. പക്ഷേ അത് മലയാളത്തിൽ ഇച്ചിരി ഇംഗ്ലീഷിൽ പറഞ്ഞതിനേക്കാൾ ഇച്ചിരി തിരിഞ്ഞാണ് കിടക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷിലും കന്നഡയിലുമൊക്കെ എഴുതിയിരിക്കുന്ന ആ ക്രമമാണ് എനിക്കിഷ്ടം. So even though a little bit twisted in Malayalam version, in Kannada and in English, it's clearly written there. എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, God so loved the world, ദൈവം ലോകത്തെ സ്നേഹിച്ചു. അങ്ങനെ തന്നെയാണ് കന്നഡയിലും, ದೇವರು ಲೋಕದ ಮೇಲೆ ಎಷ್ಟೋ ಪ್ರೀತಿಯನ್ನಿಟ್ಟು എന്ന് പറഞ്ഞാൽ ദൈവം ലോകത്തിൻ്റെ മേൽ എത്രയോ സ്നേഹത്തെ വെച്ച് തൻ്റെ ഏകജാതനായ മകനെ നൽകി, അവൻ മുഖാന്തരം ആരും നശിച്ചു പോകരുത്, അതിനുവേണ്ടി ദൈവം മകനെ നൽകി എന്നാണ് ആ വാക്യം. അങ്ങനെ തന്നെ ഇംഗ്ലീഷിൽ നിന്നും അല്ലെങ്കിൽ മറ്റു ഭാഷകളിൽ നിന്നും നമ്മൾ പരിഭാഷപ്പെടുത്തിയാൽ അങ്ങനെയാണ് വരുന്നത്. This is what it says, that God so loved the world that he gave his only begotten Son, that whomsoever believes in him shall not perish but have eternal life. അവിടെ പറയുന്നത് ദൈവം ലോകത്തെ സ്നേഹിച്ചു. This is what it says, that God so loved the world. സ്നേഹിച്ച ദൈവം തൻ്റെ സ്നേഹത്തെ പ്രകടിപ്പിക്കുവാനായിട്ട് ആ സ്നേഹിച്ച സ്നേഹത്തിൻ്റെ പ്രകടനമായിട്ട് ഒരു ഗിഫ്റ്റ് നമുക്ക് നൽകി. അതാണ് തൻ്റെ മകനെ തന്നെ ഗിഫ്റ്റായിട്ട് നമുക്ക് നൽകി. This is what the manifestation of the love of Jesus Christ, hallelujah, he has given his only begotten Son, that is Jesus Christ, has been given to us. നമുക്കൊക്കെ അറിയാം, നമ്മുടെ അത് കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവനോട് സ്നേഹമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പലരും കയ്യിൽ ഒരു ഗിഫ്റ്റൊക്കെ കൊണ്ടാണ് വന്നേക്കുന്നത്. നമ്മൾ അവനൊരു ഗിഫ്റ്റൊക്കെ കൊടുക്കും. ഒരു പക്ഷേ ഒരു ടോയ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രസ്സായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് നമ്മൾ സ്നേഹത്തോടെ അവൻ്റെ കൈ കൊണ്ട് കൊടുക്കും. We know that we all gather here to celebrate the birthday of Joshua, and maybe few of us maybe bringing the gifts and maybe toys or whatsoever, and we'll give that gift to Joshua. എന്ന് പറയുന്നത് പോലെ തന്നെ ദൈവം നമ്മളെ സ്നേഹിച്ചു, ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യനെ മുഴുവൻ സ്നേഹിച്ച് മനുഷ്യവർഗത്തിന് വേണ്ടി ദൈവം നൽകിയ ഗിഫ്റ്റാണ് ഞാൻ പ്രസംഗിക്കുന്ന, നമ്മൾ പാടി ആരാധിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് യേശുവിനെ നമുക്ക് ദാനമായി ഗിഫ്റ്റായിട്ട് ദൈവം നൽകിയത്. This is what we can see here, that this is the manifestation of love of God in heaven, that he has given a particular gift because he loved the world so much, and that gift is Jesus Christ. അപ്പോൾ ശ്രദ്ധിച്ച ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ദൈവം ലോകത്തെ സ്നേഹിച്ചു. The verse says here that for God so loved the world. അപ്പോൾ വിശുദ്ധ ബൈബിൾ പറയുന്നത് സ്നേഹിക്കുന്ന ഒരു ദൈവം, ലോകത്തെ സ്നേഹിക്കുന്ന, മനുഷ്യരെ സ്നേഹിക്കുന്ന, എന്നെയും നിങ്ങളെയും ഒക്കെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നാണ് ബൈബിൾ പറയുന്നത്. This is what the Bible says, that a God who loves all of us, each one of us, me and you. Praise the Lord. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? കൊച്ചുങ്ങൾ അവിടെ കളിച്ചോട്ടെ, അത് കുഞ്ഞുങ്ങളല്ലേ, അവർ കളിക്കും.
അവർ കളിക്കാൻ വേണ്ടിയാണ് അവർ കൂടിയിരിക്കുന്നത്. അപ്പോൾ പക്ഷേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് ഞാൻ നിർത്താം. അപ്പോൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പൈസ ഇല്ലാത്തതോ ആഹാരമില്ലാത്തതോ ഒന്നും അല്ല. So it's not the, when we think about the world, the critical thing that we are missing is not that we don't have enough money or anything like that. നമുക്കെല്ലാം ഇഷ്ടം പോലെ ആഹാരമുണ്ട്. നമ്മൾ പലരും പല സമയത്തും ചിലപ്പോൾ ഒക്കെ ആഹാരം സ്കിപ്പ് ചെയ്യുകയാണ്. കാരണം നമുക്ക് ഓവർ വെയിറ്റ് ആണ്, നമുക്ക് അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് ആഹാരമൊന്നും ഇല്ലാത്തതല്ല നമ്മുടെ പ്രശ്നം, പൈസ ഇല്ലാത്തതല്ല പ്രശ്നം. ഇന്ന് ഏറ്റവും വലിയ ദാരിദ്ര്യം മനുഷ്യൻ അനുഭവിക്കുന്നത് സ്നേഹത്തിൻ്റെ ദാരിദ്ര്യമാണ്. മനുഷ്യൻ സ്നേഹിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. We know that we have got enough food in our table and we have got clothes and we have got so forth, but that's not the actual problem. Money or clothes or food are not the actual problem. That they are lacking the love in these days, or there is a scarcity of love. എന്നാൽ ഇവിടെ വചനം പറയുന്നത്, കാരണം നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ കുടുംബത്തിൽ തന്നെ ഇപ്പോൾ നമ്മുടെ മക്കൾ പറയും, പപ്പായ്ക്ക് അത് ഞങ്ങളോട് സ്നേഹമില്ല, ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ സമയമില്ല, മമ്മിക്ക് സമയമില്ല. മക്കളോടും നമ്മൾ അങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ ഏത് നേരവും മൊബൈലിലും കമ്പ്യൂട്ടറിന് മുന്നില്ല, നിങ്ങൾക്ക് സമയമില്ല. അപ്പോൾ മനുഷ്യൻ ഇന്ന് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ദാരിദ്ര്യമാണ്. So sometimes we'll be thinking that the children will be complaining that mom and dad doesn't have time to spend with us, there is no love there, and vice versa. And so this is the thing which is confronting the present problem, which is confronting the whole world, is that there is a scarcity or lack of love. എന്നാൽ ഇവിടെ വിശുദ്ധ ബൈബിൾ പറയുന്നു, ഇല്ല, മനുഷ്യനെയൊക്കെ സ്നേഹിക്കുന്ന, അവൻ ആഗ്രഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്ന, അവൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ അധികം സ്നേഹിക്കുന്ന, അവൻ അർഹിക്കുന്നതിനേക്കാൾ അധികം സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ദൈവമായിട്ടല്ല സ്നേഹിക്കുന്നത്, അപ്പനായിട്ട് സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്നാണ് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. This is what the Holy Bible teaches us, that God is actually loving us as equal as a father who is loving us. That's what the Holy Bible says about the love of God. എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? തൻ്റെ മകനെ നൽകി. ആ മകനെ നൽകിയത് എന്തിനു വേണ്ടിയാണ്? ആ വാക്യം തന്നെ പറയുന്നു, നമ്മൾ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ ആ മകനെ നൽകിയാണ് ദൈവം സ്നേഹിച്ചത്. How the God Almighty has loved the world is that He has given His only begotten Son. That's how much, hallelujah, He loved the world. Praise the Lord. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. So this is how the God so loved the world that He has gave His only begotten Son, so that whoever is believing in Him shall not perish, അതാണ് വിഷയം. but will have eternal ദൈവം life. എൻ്റെ പിതാവാകും, ദൈവത്തിൻ്റെ സ്നേഹം എനിക്ക് അനുഭവിക്കാൻ പറ്റും. അതിനൊറ്റ മാർഗമേ ഉള്ളൂ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുക, യേശുവിൽ വിശ്വസിക്കുക. യേശുവിൽ വിശ്വസിച്ചാൽ എനിക്ക് ദൈവത്തിൻ്റെ മകനാകാൻ പറ്റും, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റും. This is what the only criteria this is telling here is that in order to become the son of the heavenly Father, we only need to believe in the Lord Jesus Christ. നമ്മൾ വായിച്ച യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. So we know that in John chapter 1 verse 12 it says that, but as many as received Him, to them He gave the right to become children of God. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? യേശുവിൽ വിശ്വസിക്കുക. So it's only one thing we need to understand here is that to believe in the Lord Jesus ഈ Christ. വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള, ഒരു ബുദ്ധിപരമായിട്ടുള്ള ഒരു കാര്യമാണ്. So we know that belief is or the faith is something which is in our intellectual thinking. അല്ലേ? നമ്മൾ പലതും വിശ്വസിക്കുന്നവരാണ്. So we know that so many things we are believing in ourselves. ദൈവത്തെ വിശ്വസിക്കാത്തവർ കാണും, പക്ഷെ അവരും പലതിലും വിശ്വസിക്കുന്നുണ്ട്. Even though some people are atheists and they don't believe in God, but still they are believing in other things. ഭൂമി കറങ്ങുന്നുണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്, അല്ലേ? നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് വിശ്വസിക്കുന്നത്. We believe that the earth is revolving around us. പക്ഷെ നമ്മൾ ആരും കണ്ടിട്ടില്ല, അനുഭവിച്ചിട്ടുമില്ല കറങ്ങുന്നത്. So we never saw it or we never felt it. കറങ്ങുന്ന ഒരു സാധനത്തെ നമ്മൾ കയറി നിന്ന് തന്നെ പറ്റും. So what will happen if you touch the revolving material? നമ്മൾ വട്ടം കറങ്ങി തല ഇറങ്ങി താഴെ വീഴും. So sometimes if you're revolving around, we will go dizzy and we will fall down. പക്ഷേ ശാസ്ത്രം പറയുന്നു ഭൂമി കറങ്ങുന്നു, ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ശാസ്ത്രത്തിനെതിരല്ല, ഞാനും അത് വിശ്വസിക്കുന്നു. പക്ഷേ ഞാൻ കറങ്ങുന്നില്ല, കറങ്ങുന്ന ഭൂമിയിലാണ് ഞാൻ നിൽക്കുന്നത്. So science is telling that the earth is revolving and I am actually living and staying in this earth without revolving. Praise the Lord.
അപ്പോൾ ഭൂമി കറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അനുഭവിച്ചിട്ടില്ല, എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷേ ശാസ്ത്രം, എന്നേക്കാൾ വിവരമുള്ള ശാസ്ത്രജ്ഞന്മാർ, അത് ജ്ഞാനികളായ ആളുകൾ പറയുന്നത് ഭൂമി കറങ്ങുന്നു, ഭൂഗോളം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞാനത് വിശ്വസിക്കുന്നു, നിങ്ങളും അത് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തെ കാണില്ലെങ്കിലും വിശ്വസിക്കുന്ന ഒരു കൂട്ടരെ കളിയാക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അവരും കാണാതെ ഈ കാര്യമൊക്കെ വിശ്വസിക്കുന്നുണ്ട്. So we know that even though people are mocking the people who are believing that there is an existence of God, even though they are mocking, they still believe that there is a God. ഇവിടെ നമ്മൾ ഒത്തിരി ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഈ മൈക്കിൽ കൂടെ സംസാരിക്കുന്നു, നിങ്ങൾ ഈ ഉച്ചഭാഷണിയിലൂടെ അത് കേട്ടോണ്ടിരിക്കുന്നു. ലൈറ്റ് ഉണ്ട്, ഇവിടെ നമ്മുടെ ക്യാമറ ഉണ്ട്, ഇതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. So we know that I'm speaking through this mic, and we know that this light is working, the box is working, and behind these instruments all things are working behind. ഈ സാധനം എല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ, ഇതെല്ലാം എത്ര വിലയുള്ളതാണെങ്കിലും ഇതിന് പവർ വേണം, അതിന് ഇലക്ട്രിസിറ്റി വേണം. അതില്ലെങ്കിൽ ഇതൊന്നും വർക്ക് ചെയ്യത്തില്ല, എത്ര വിലപിടിപ്പുള്ള സാധനമാണെങ്കിലും. Even though these stuffs are expensive, they will not work because electricity, the power is needed for it to work. നമ്മൾ ആരും ഇലക്ട്രിസിറ്റി കണ്ടിട്ടുണ്ടോ? ഈ വയർ, ഇപ്പോൾ ഈ കേബിളേ കൂടെയൊക്കെ ഇലക്ട്രിസിറ്റി പോകുന്നുണ്ട്, പക്ഷേ നമ്മൾ കണ്ടിച്ചു നോക്കിയാലൊന്നും അത് കാണാൻ പറ്റത്തില്ല. So we know that electricity is running through the wires. We couldn't see it. Maybe when you cut it, we can feel it. അപ്പം ഞാൻ പറയുക, ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു സാധനമൊന്നുമില്ല, അത് ചുമ്മാ പറയുന്നതാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ള ആളെ വിശ്വസിപ്പിക്കാൻ ഒറ്റ പണിയേ ഉള്ളൂ. ഒരു ചെറിയ കേബിൾ കൊടുത്ത് അവന് ചെറിയ ഷോക്ക് കൊടുക്കുക, അപ്പം മനസ്സിലാകും ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടെന്ന്. So if a person is telling that there is no electricity, and this only way to make him believe that there is electricity is cut a wire and give him a shock and he'll feel it. അപ്പോൾ കാണാത്ത ഒത്തിരി കാര്യങ്ങൾ ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. നമ്മളൊക്കെ ബസ്സിലും ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്യുന്നവരാണ്. ബസ്സിൽ കയറിയപ്പം ഉറങ്ങിയിട്ടുള്ളവരാരൊക്കെ ഉണ്ട്? കൈയൊന്നും പൊക്കണ്ട. ട്രെയിനിൽ കയറിയപ്പോഴും പ്ലെയിനിൽ കയറിയപ്പോഴും ഒക്കെ ഉറങ്ങിയിട്ടുള്ള എത്ര പേരുണ്ട്? How many of us will be sleeping when we were inside the train or plane or buses? Praise the Lord. പ്രത്യേകിച്ച് ഈ ഫ്ലൈറ്റിലൊക്കെ കയറുമ്പോൾ നമ്മളെ പേടിപ്പിക്കാൻ തന്നെ അവർ ആദ്യമേ ഒരു വീഡിയോ കാണിക്കും. ഇതെങ്ങാനും വെള്ളത്തിൽ ചാടിയാൽ നിങ്ങളുടെ മേളിൽ അതെങ്കിലും ഓക്സിജൻ കുറഞ്ഞാൽ 2 കേബിൾ പുറത്തോട്ട് വരും, നിങ്ങളെടുത്ത് നിങ്ങളുടെ മൂക്കി വെക്കണം, വെള്ളത്തിൽ ചാടിയ ജാക്കറ്റ് ഇടണം. പ്രൊയ്സ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പേടിച്ചാണ് അതിനകത്ത് കയറിയിരിക്കുന്നത്. അപ്പോൾ ഇതും കൂടെ കാണുമ്പോഴത്തേനും നമുക്ക് ഉറക്കം വരത്തില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മളൊക്കെ ഉറങ്ങും. So we know that there will be instructions telling inside the plane about the oxygen supply in case it needs, or the jacket for safety jacket, and we were so scared on hearing that, even though after that we'll sometimes fall asleep even inside the plane. ഈ ബസ്സിൽ കയറുന്ന ആൾ എപ്പോഴേലും ഈ ഡ്രൈവർ ഉറങ്ങുമോ എന്ന് ചിന്തിച്ചാൽ ഒരിക്കലും ബസ്സിൽ കയറിയ ആൾക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് ആ ഡ്രൈവറെ വിശ്വാസമാണ്, ആ പ്ലെയിൻ ഓടിക്കുന്ന ആ പൈലറ്റിനെ നമുക്ക് വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സുഖമായിട്ട് ഉറങ്ങും. So we know that we believe in that pilot who is flying the plane, as well as a bus driver who is driving safe. So we will, no matter, we will actually sleep inside the plane as well as inside the bus, even though we know that, we don't know anything about this driver or the pilot, whether they are safe to drive. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആർത്തില്ലെങ്കിൽ കല്ലുകൾ ആർക്കും എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ മിണ്ടായിരിക്കും, ബലൂണെങ്കിലും പൊട്ടി ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും പ്രൈസ് ദി ലോർഡ്, ആരും ഉറങ്ങാതിരിക്കാൻ ഇതൊക്കെ ഇടയ്ക്ക് നല്ലതാണ്. ഞാൻ കാണുന്നുണ്ട് ചിലരിങ്ങനെ പെട്ടെന്ന് ഞെട്ടി എഴുന്നേക്കുന്നതൊക്കെ. അപ്പോൾ എന്തായാലും അത് നന്നായിരിക്കുന്നു, ദൈവത്തിന് മഹത്വം. അപ്പോൾ ശ്രദ്ധിച്ചേ, ഇതൊക്കെ ബുദ്ധിപരമായ വിശ്വാസങ്ങളാണ്. പക്ഷേ ഇവിടെ വചനം പറയുന്നത് ഇങ്ങനെയുള്ള ബുദ്ധിപരമായ വിശ്വാസത്തെക്കുറിച്ചല്ല. So these all are intellectual thinkings, but Holy Bible is not talking about the intellectual thinkings from a human side. കാരണം വിശ്വാസം എല്ലാവർക്കും ഉണ്ട്, എല്ലാത്തിലും വിശ്വസിക്കുന്ന ആളുകളുണ്ട്, എല്ലാ ദൈവത്തിലും വിശ്വസിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു വിശ്വാസമല്ല. ഞാൻ പറഞ്ഞല്ലോ, യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം, അവനെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. So this is what the verses in John 1:12 says, that receive him, and then he gave the right to become children of God. കൈക്കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഈ കൈക്കൊള്ളുക എന്ന് പറയുന്നത്? What is the meaning of receiving him? അത് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് ഞാൻ ഈ ഇടയ്ക്ക് കണ്ടതായ ഒരു അത് യൂട്യൂബിലൊക്കെ ഉണ്ട്. ഒരു നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു എന്താ പറയുന്നത്, പിള്ളേരുടെ ഒരു നാടകമാണ്. ക്രിസ്മസ് സീസണിൽ സ്കൂളിൽ പിള്ളേർ കളിച്ച ഒരു നാടകമാണ്. ഭയങ്കര എനിക്കത് ഇഷ്ടപ്പെട്ടു. ഈ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാൻ വളരെ ഈസിയാണ്. അതുകൊണ്ട് ഞാനത് പറയാം നിങ്ങളോട്. I really liked one of the dramas which the young children has acted in the schools, and I will tell you about that. ഒരു ക്രിസ്മസ് സീസണാണ്. അപ്പോൾ ഒരു ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടി സ്കൂളിൽ
കുഞ്ഞുങ്ങളെ കൊണ്ട് ഒത്തിരി പ്രോഗ്രാംസുകൾ ടീച്ചേഴ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്യുകയാണ്. So we know that during the Christmas seasons, the teachers are actually, preparing the children for the programs, Christmas programs. അപ്പോൾ 8ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ജനനവും യേശു കർത്താവിൻ്റെ ജീവിതവും അത് ഡ്രാമ ആയിട്ട് കളിക്കുക. ഇതാണ് 8ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന പ്രോഗ്രാം. So this is the program of the year 8 children is doing, is that they are actually presenting the birth of Jesus Christ and the life of Jesus Christ. അപ്പം 8ാം ക്ലാസ്സിലെ എല്ലാ പിള്ളേരെയും ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് ഈ നാടകം അല്ലെങ്കിൽ ഈ യേശു കർത്താവിൻ്റെ ഈ ജീവിതം, യേശു കർത്താവിൻ്റെ തിരുപ്പിറവിയും വിദ്വാൻമാരുടെ സന്ദർശനവും ഒക്കെ ഒരു നാടകമായിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. So the year 8 children are actually practicing it, and they are the one who is delivering the birth of Jesus Christ and as well as the life of Jesus Christ. അപ്പോൾ ഓരോ കുഞ്ഞുങ്ങൾക്ക് ഓരോരുത്തർക്ക് ഓരോ റോള് കൊടുത്തു. ഒരാൾക്ക് ജോസഫിൻ്റെ റോള്, ഒരാൾക്ക് മറിയയുടെ റോള്, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ റോള് കൊടുത്തു. ആ ക്ലാസ്സിൽ അത്ര സ്മാർട്ട് അല്ലാത്ത, അത്ര മിടുക്കനല്ലാത്ത ഒരു കുഞ്ഞുണ്ട്. അവൻ്റെ പേര് വാലസ് എന്നാണ്. അപ്പോൾ അവനും എന്തെങ്കിലും ഒരു റോള് കൊടുക്കണം. So each of the children having particular roles, like the role of Joseph, and someone have the role of Mary, and there is one child, Wallace, who is the least of the capabilities, and he is also given a role. Praise the Lord. അപ്പം വാലസിന് എന്താ റോള് കൊടുക്കുന്നത്? കാരണം അവന് വലിയ ഒത്തിരി കഴിവൊന്നുമില്ല. ഒത്തിരി ഈ കാണാപ്പാടം ഇതൊക്കെ പഠിച്ച് വാചകങ്ങളൊക്കെ പഠിച്ച് പറയാനുള്ള കഴിവില്ല. അവസാനം ഒരു റോൾ അവന് കൊടുത്തു. എന്താണെന്ന് ചോദിച്ചാൽ സത്രത്തിൻ്റെ ആ യജമാനൻ അല്ലെങ്കിൽ ആ സത്രത്തിലെ നടത്തിപ്പുകാരൻ്റെ ആ റോളാണ് അവന് കൊടുത്തത്. So Valley, that boy doesn't have actual skill to do anything, but he has been given the role of an innkeeper. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മേരി ജോസഫും കൂടെ വന്നു, ഡോറെ നോക്ക് ചെയ്യുന്നു, ഡോർ തുറക്കുന്നു. എന്നിട്ട് സോറി, ഹിയർ നോ പ്ലേസ്, ഇവിടെ ഒരു സ്ഥലവും ഇല്ല, മുന്നോട്ട് പോക്കോളാൻ പറയും. ഇത്രയേ ഉള്ളൂ അവൻ്റെ റോള്. So this is the role of Valley. We know that Joseph and Mary is knocking on the door of the inn, and the innkeeper or the person in charge of the inn is telling that sorry, there is no place for the place to accommodate you. That's it. അത്രയും പറയുക, ഡോർ ശക്തിയോടെ അടയ്ക്കുക. So after telling that, just shut the door. That's the only role for this Valley. അപ്പോൾ ഈ വാലസിന് ഈ റോളൊക്കെ കൊടുത്തു. ഇവർ പ്രാക്ടീസൊക്കെ ചെയ്തു, കുഴപ്പമില്ല, അവൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ആ ദിവസം എത്തി സ്റ്റേജിൽ ഈ പ്രോഗ്രാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. So Wallace has been practicing very well in his practice sessions, and they were practicing very nicely, and the day of the presentation or the drama came. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോൾ ഇപ്പം യോസഫും മറിയയും കൂടെ സ്റ്റേജിൽ അതേ കർട്ടനൊക്കെ പൊങ്ങി യോസഫും മറിയയും കൂടെ ഇങ്ങനെ അതേ ബെത്ലഹേമിലേക്ക് പേര് ചാർത്താനായിട്ട് പോവുകയാണ്. So we know that the curtain has raised, and the drama is starting, and Joseph and Mary is going to Bethlehem to write the name of Jesus there. അങ്ങനെ പോകുമ്പോൾ മറിയയ്ക്ക് വലിയ വയറൊക്കെ ഉണ്ട്. മറിയയൊക്കെ താങ്ങി പിടിച്ചുകൊണ്ട് ജോസഫ് ഇങ്ങനെ പോവുകയാണ്. പെട്ടെന്ന് മറിയയ്ക്ക് പെയിൻ ഉണ്ടാകുകയാണ്. So Joseph is actually letting Mary with him, and because she's having labor pains because she's due for delivery. ജോസഫ് അവിടെ എവിടെയെങ്കിലും സ്ഥലമൊക്കെ കിട്ടുമെന്നൊക്കെ ഇങ്ങനെ അന്വേഷിക്കുകയാണ്. Joseph is actually searching any places for the delivery of Mary. അപ്പോൾ അവർക്ക് സ്ഥലമൊന്നും കിട്ടിയില്ല. അവസാനം അത് യോസഫും മറിയെ താങ്ങി പിടിച്ചുകൊണ്ട് സത്രത്തിന്റെ വാതിലിൽ ഇങ്ങനെ മുട്ടുകയാണ്. So Joseph and Mary couldn't find any place, and they saw an inn, and they knocked in front of the inn. പെട്ടെന്ന് വാൽസ് ഈ ഡോർ തുറക്കുന്നു, യോസഫിനെയും മറിയയും കാണുന്നു. So suddenly the Wallace is seeing the Joseph and Mary, and he's opening the door for them. അപ്പോൾ ഇവൻ പറയേണ്ട ആ ഡയലോഗ് ഇതാണ്, സോറി, ഹിയർ നോ പ്ലേസ്. So this is the dialogue he should present, that sorry, there is no place here. പക്ഷെ ഈ വാലസ് ഈ പ്രാക്ടീസ് ചെയ്തപ്പോഴൊക്കെ ഈ മേക്കപ്പ് ഇട്ട മറിയല്ല കണ്ടത്, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇപ്പം കണ്ടപ്പം മറിയയ്ക്ക് വലിയ ഭയക്കുണ്ട്. ഭയങ്കര അതെ താങ്ങി പിടിച്ചാണ് മറിയേനെ യോസഫ് കൊണ്ടുവരുന്നത്. ഭയങ്കര വിഷമം. ഞാൻ പറഞ്ഞല്ലോ, ഇവൻ അത്ര ഭയങ്കര ഇന്നത്തെ നമ്മുടെ ക്ലവർ പിള്ളേരെ പോലെയുള്ള ക്ലവറല്ല, ആളിച്ചിരി പാവമാണ്. അപ്പോൾ ഇവൻ നോക്കിയപ്പം ഈ ഇവിടെ ആ അവസ്ഥയൊക്കെ കണ്ടപ്പോൾ ഇവനങ്ങ് ഭയങ്കര സങ്കടം. So this is what actually happened, that because now Mary is in her makeup dress, and she is having her belly is enlarged, and he couldn't understand what's actually going on because he doesn't have that capability to think what's really happening there. അപ്പോൾ ഇവൻ ഇത് പറയാൻ മടിയാണ്. പക്ഷെ ടീച്ചർമാർ അപ്പുറം എന്നിട്ട് വാലസ് ടെൽ എന്നിങ്ങനെ പറയുകയാണ്, നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, ഹിയർ നോ പ്ലേസ്.
So Wallace actually has got pity over Mary, but the teachers behind is telling that tell Wallace, tell the dialogue. അപ്പോൾ അവൻ പറഞ്ഞു സോറി ഹിയർ നോ പ്ലേസ്, കാരണം അവർ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പറഞ്ഞു. So because they were actually forcing and compelling Wallace to present the dialogue, he said that sorry, there is no place. ജോസഫിനെ മേരിയെ താങ്ങി പിടിച്ചുകൊണ്ട് ജോസഫ് മുന്നോട്ട് പോവുകയാണ്. So we know that Joseph is actually holding Mary throughout the journey. പെട്ടെന്ന് ഇവൻ ഡോർ വലിച്ചടയ്ക്കണം, ഇതാണ് അവൻ്റെ അത്രേ ഉള്ളൂ അവൻ്റെ പരിപാടി. So this is the role of Wallace, is that after they are going, he should shut the door. പക്ഷേ ഇവർ പറഞ്ഞിട്ടൊന്നും ഡോർ അടയ്ക്കുന്നില്ല. So even though the background people is telling Wallace to shut the door, he's not shutting the door. ഇവർ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഇവൻ കൈകൊട്ടി അവരെ വിളിച്ചു. So when they go a little bit far away, this Wallace actually clapped his hands and called them back. എന്നിട്ട് അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ അവരോട് പറഞ്ഞു. So when they look back on hearing his saying, then they said like this. ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, പക്ഷേ ടീച്ചേഴ്സ് സമ്മതിക്കുന്നില്ല. So this is what Wallace is telling, that there is so many places inside this, but the teachers are not letting me to do that. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്തോ, എൻ്റെ വീട്ടിലോട്ട് പോരെ, എൻ്റെ ബെഡ് ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം. So this is what Wallace is telling to this Joseph and Mary, is that don't go, but come to my house. There is plenty of place there, so come to my house. ഇനി നാടകം എങ്ങനെ മുന്നോട്ട് പോകും? ഇനി അവർ വേറെ സ്ഥലം കണ്ടിട്ട് തൊഴുത്തി കൊണ്ടുപോയി കിടത്തണം, വിദ്വാൻമാർ വരണം. പക്ഷേ നാടകം മുന്നോട്ട് പോകത്തില്ല. പക്ഷേ ആളുകളെല്ലാം എഴുന്നേറ്റ് കൈയടിച്ചു. ആ നാടകമാണ് ഏറ്റവും നല്ല നാടകമായിട്ട് തിരഞ്ഞെടുത്തത്. ഞാൻ പറഞ്ഞു എന്താണെന്ന് അറിയാമോ? ഇതാണ് കൈക്കൊള്ളുക എന്ന് പറയുന്നത്. ബുദ്ധിയുള്ളവർ പലരും ബുദ്ധി കൊണ്ട് ചിന്തിച്ച് യേശുവിനെ കൈക്കൊള്ളാതിരുന്നപ്പോൾ, തള്ളിക്കളഞ്ഞപ്പോൾ, കർത്താവേ ദേണ്ട ഇവിടെ സ്ഥലമുണ്ട്, എൻ്റെ ഹൃദയത്തിൽ അങ്ങ് വരണമെന്ന് പറഞ്ഞ് വലിയ ബുദ്ധിയും ജ്ഞാനവും ഒന്നുമില്ലാതിരുന്ന, ഒത്തിരി ക്ലവറല്ലാതിരുന്ന നമ്മളെ പോലെയുള്ള ചില പാപങ്ങൾക്ക് യേശുവിനെ ഹൃദയത്തിൽ കൈക്കൊള്ളുവാൻ കർത്താവ് ഭാഗ്യം നൽകി. ഇന്ന് രാത്രിയിലും അതാണ് അവനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യുക എന്നുള്ളതല്ല. യേശു സ്നേഹിക്കുന്ന ദൈവമാണെന്ന് മനസ്സിലാക്കുമ്പോൾ നശിച്ചു പോകാതിരിക്കാൻ യേശുവിനെ ഹൃദയത്തിൽ കൈക്കൊള്ളുക. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. This is what it is receiving, is that you need to receive Jesus Christ in your heart. Hallelujah. Even though in that drama we can see that there was place, hallelujah, people will be thinking with their intellectual thinking that but God doesn't want that intellectual thinking. Instead he wants us to open the door of our heart for him. പ്രിയമുള്ളവരെ, അങ്ങനെ ഞാൻ യേശുവിനെ വിശ്വസിച്ച് യേശുവിനെ കൈക്കൊള്ളുമ്പോൾ എനിക്ക് ഒരു കാര്യം അത് ലഭിക്കുന്നു. എന്താണ്? സ്നേഹവാനായ പിതാവിൻ്റെ മകനായിട്ട് ഞാൻ മാറുകയാണ്. ഇനി ഞാൻ അനാഥത്വം പേറേണ്ട ആവശ്യമില്ല. എനിക്ക് ദൈവത്തിൻ്റെ മകനാകാനുള്ള ഭാഗ്യം ലഭിക്കുകയാണ്. As soon as we receive Jesus in our heart, we are no more orphans, but instead we have got the inheritance of heaven to be called as sons and daughters of the Heavenly Father. Praise the Lord. ഞാൻ ഇനി ലോൺലി അല്ല, ഞാൻ ഇനി ഏകനല്ല, ഞാൻ ഇനി അനാഥനല്ല, ഞാൻ ഇനി ആരുമില്ലാത്തവനല്ല. എനിക്കൊരു അപ്പനുണ്ട് എന്നുള്ള ബോധ്യത്തോടെ ജീവിക്കുവാൻ എന്നെ സഹായിക്കുന്നത് യേശുവിനെ ഹൃദയത്തിൽ കൈക്കൊണ്ട് യേശുവിൽ വിശ്വസിക്കുമ്പോൾ ഞാൻ ദൈവത്തിന്റെ മകനായി മാറുന്നു. This is what it says, that I'm no more lonely, I'm no more feeling the solitude, I'm no more an orphan. But when I receive Jesus in my life, I'm no more an orphan. Instead, I've got the inheritance of heaven to be called as the sons and daughters of the living Father. ഈയിടെ ഞാൻ സിറ്റിയെ കുറിച്ചുള്ള ഒരു ഡെഫിനേഷൻ വായിച്ചു. സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? So I have actually recently read a definition for city. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. I really like that definition. അതെങ്ങനെയാണ്? Cities, there are lot of lonely people staying together. So city is a place, there are lots of lonely people staying together. അങ്ങനെയല്ലേ? നമ്മളൊക്കെ സിറ്റി ജീവിക്കുന്നവരാ. നമുക്കറിയത്തില്ല അടുത്ത ഫ്ലാറ്റിൽ ആരാ താമസിക്കുന്നത്. ആരോ താമസിക്കുന്നു, വരുന്നു, പോകുന്നു, അവർ എന്തൊക്കെയോ ഉണ്ടാക്കുന്നു. നമുക്കറിയത്തില്ല ആരാ താമസിക്കുന്നത്, അയലക്കത്ത് താമസിക്കുന്നത്, അപ്പുറത്ത് താമസിക്കാൻ എന്ന് പറഞ്ഞാൽ ലോട്ട് ഓഫ് ലോൺലി പീപ്പിൾ താമസിക്കുന്ന സ്ഥലമാണ് സിറ്റി എന്നാണ്. എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പക്ഷേ ഇവിടെ നോക്കിക്കേ, എന്താണ് വചനം പറയുന്നത്? യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കളാകുവാൻ, ദൈവത്തിൻ്റെ മകനാകുവാൻ, ദൈവത്തിൻ്റെ മകളാകുവാൻ എന്ന് പറഞ്ഞാൽ അനാഥനല്ലെന്നുള്ള ബോധ്യത്തോടെ, എനിക്കൊരു അപ്പനുണ്ടെന്നുള്ള ബോധ്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ ഒരു അവസരമാണ് ദൈവം നൽകുന്നത്. This is a great opportunity Jesus Christ is giving us, that when we receive him, he gave the right to become children of God even to those who believe in his name. So on believing that we are getting the inheritance to be called as sons and daughters of Jesus Christ. ഇങ്ങോട്ട് ശ്രദ്ധിച്ച്, ഈ ഏറ്റവും കൂടുതൽ അനാഥത്വം അനുഭവിക്കുന്ന ആരാണ്?
So who is the one who is actually feeling the most of the orphan nature? ലോൺലിനെസ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ആരാ? Who is the one who is feeling the loneliness most? നിങ്ങൾ പറയത്തില്ലെന്ന് എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ പാസ്റ്റർമാരാണ് ഏറ്റവും കൂടുതൽ അനാഥത്വം അനുഭവിക്കുന്നത്. So pastors are the one who are actually feeling so much loneliness. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർമാരാകാൻ ആഗ്രഹിക്കുന്നവരും പാസ്റ്റർ ആകാനായിട്ട് താല്പര്യപ്പെടുന്നവരോടും ഒക്കെ ഞാൻ നിങ്ങളോട് പറയാം, അനാഥത്വം അനുഭവിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പരിപാടിക്ക് ഇറങ്ങാവുള്ളൂ. So even if anybody wants to become a pastor, you need to understand that if you are ready to face this loneliness, then you could. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയല്ലേ? നിങ്ങൾക്കൊരു സങ്കടം വന്നാൽ, നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ, നിങ്ങളുടെ വീട്ടിലൊരു വിഷയം വന്നാൽ നിങ്ങൾ എന്നാ ചെയ്യും? So when there is a problem arises in your house, what do you normally do? നിങ്ങൾ ഫോൺ എടുക്കും, വിളിച്ച് പാസ്റ്ററോട് പറയും. So most of the times you take the phone and talk to your pastor. പാസ്റ്റർക്ക് ഒരു സങ്കടം വന്നാലോ? When there is a problem happens to pastor, what will happen? പാസ്റ്റർ വീട്ടിൽ ഒരു പ്രശ്നം വന്നാലോ? So when a problem happens to pastor's house. പറഞ്ഞേ അപ്പൊ പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ദൈവത്തോട് പറഞ്ഞാൽ പോലെ. So he will talk to the Lord. Praise the Lord. പാസ്റ്റർക്ക് ഒരു സങ്കടം വന്നാൽ ചെല്ല് പറയും, വിശ്വാസികളോട് പറയണം. വിശ്വാസികളോട് പറയരുത്. പറഞ്ഞാൽ അന്നേരം ഒന്നും പറഞ്ഞില്ലേലും അവർ മനസ്സിലെങ്കിലും വിചാരിക്കും, സ്വന്തം കുടുംബത്തിൻ്റെ കാര്യം മര്യാദയ്ക്ക് നടത്താൻ വയ്യാത്ത പുള്ളിയാണ്, ഞങ്ങളെ ഉപദേശിക്കാമെന്ന് മനസ്സിൽ ചിന്തിക്കത്തില്ലേ? അപ്പോൾ ഒരിക്കലും പറയരുത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പക്ഷേ ഞാൻ നിങ്ങളോട് എൻ്റെ അനുഭവത്തിൽ നിന്നൊരു കാര്യം പറയാം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനാഥത്വം അനുഭവിക്കുമ്പോൾ, ഒറ്റയായിപ്പോയി എന്ന്, ഏകനായി എന്നൊക്കെ തോന്നുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഞാൻ ഈ യേശുവിനെ കണ്ടുമുട്ടിയത് കൊണ്ട്, യേശുവിനെ എൻ്റെ ഹൃദയം കൊടുത്തതുകൊണ്ട് ഞാൻ അനുഭവിച്ച സന്തോഷം എന്ന് പറയുന്നത്, എൻ്റെ ഏകാന്തതകളിൽ എനിക്കൊരു ബോധ്യമുണ്ട്, ഞാൻ ഒറ്റയ്ക്കല്ല. എൻ്റെ അപ്പൻ, എനിക്കൊരു അപ്പനുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ഒരു അപ്പനുണ്ട്, ഒരു ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ള ഉറപ്പ് പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. So I have actually felt that confidence in my times of loneliness. I felt the presence of the Lord Almighty next to me in my ups and downs. That's how I was felt during my times of loneliness. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ്, ഒരു 2-3 ആഴ്ചകൾക്ക് അല്ലെങ്കിൽ ചില ദിവസങ്ങൾക്ക് മുൻപ്, ഒരു സഹോദരി, ഒരു സിസ്റ്റർ എനിക്കൊരു മെസ്സേജ് ഇട്ടു. പാസ്റ്റർ, ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. പാസ്റ്റർക്ക് ചെറിയ എന്തോ വിഷയങ്ങളുണ്ടെന്ന്. വിഷയമൊന്നും എനിക്ക് അറിയത്തില്ല, പക്ഷെ പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ദൈവം എന്നെ ഒരു സ്വപ്നം കാണിച്ചു എന്ന് പറഞ്ഞ് എനിക്കൊരു മെസ്സേജ് ഇട്ടു. So there is one of the sister actually sent a message like this saying that, Pastor, when I felt like I had a vision that you had some problems and the Holy Spirit has prompted me to pray for you. Praise the Lord. ഞാൻ ആരോടും ഷെയർ ചെയ്തിട്ടില്ല, ഞാൻ ആരോടും പറഞ്ഞില്ല, ഒരു മനുഷ്യനോട് അറിയത്തില്ല. പക്ഷേ എൻ്റെ ഹൃദയത്തിലെ ഭാരവുമായിട്ട് ഞാൻ നടന്നപ്പോൾ, ഞാൻ ആരോടും ഷെയർ ചെയ്യാതിരുന്നപ്പോൾ എനിക്കൊരു അതേ കാര്യം മനസ്സിലായി. എൻ്റെ ഹൃദയം ഒന്ന് പിടച്ചാൽ, എൻ്റെ കണ്ണൊന്ന് നിറഞ്ഞാൽ, എൻ്റെ കണ്ടമൊന്ന് ഇടറിയാൽ, എന്നെ നന്നായി അറിയുന്ന ഒരു അപ്പൻ എനിക്കുണ്ട്, എനിക്കൊരു അപ്പനുണ്ടെന്നുള്ള ആ ബോധ്യം എന്നെ ബലപ്പെടുത്തുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. Hallelujah. I understood on that time that, when I have got tears in my eyes and in my heart there is, I'm heavy hearted, but I couldn't share that with someone. But I understood that there is a living Father who understands my problem, and that's how he has seen that vision to that sister. ഞാൻ ആരോടും ഷെയർ ചെയ്യാതിരുന്നപ്പോൾ, ഞാൻ ഹൃദയത്തിൽ എൻ്റെ വ്യക്തിപരമായ ചില വിഷയങ്ങളാണ് ആരോടും ഷെയർ ചെയ്യാതെ എൻ്റെ ഹൃദയത്തിൽ മാത്രം ഞാൻ ഭാരപ്പെട്ടപ്പോൾ, ആരാണ് സഹോദരിയോട് അത് പറഞ്ഞത്? ആരും പറഞ്ഞില്ല. പക്ഷേ ഞാനൊന്ന് ഹൃദയം മുറിഞ്ഞപ്പോൾ എൻ്റെ അപ്പൻ അത് അറിഞ്ഞെങ്കിൽ, ഹല്ലേലൂയ. പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് അത് എൻ്റെ വാട്സപ്പിൽ നോക്കുമ്പോൾ, ഒരു ദൈവദാസൻ നാട്ടിൽ നിന്ന്, നിങ്ങൾക്ക് അറിയാം പാസ്റ്ററെ, അദ്ദേഹം പ്രാർത്ഥിച്ച് എനിക്കൊരു മെസ്സേജ് ഇട്ടിരിക്കുകയാണ്. പ്രാർത്ഥനയിൽ അദ്ദേഹം എങ്ങനെയാണ് പറയുന്നത്? ഈ ദിവസങ്ങളിൽ ദൈവദാസൻ കടന്നു പോകുന്ന തൻ്റെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്ന വിഷയത്തിന്മേൽ ദൈവമേ പ്രാർത്ഥിച്ച്, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരു മെസ്സേജ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു കാര്യം വ്യക്തമായി. ഹല്ലേലൂയ. ഞാൻ അതേ ഒന്ന് വേദനിച്ചാൽ, ഞാനൊന്ന് ഹൃദയത്തിൽ തേങ്ങിയാൽ പോലും അറിയുന്ന ഒരപ്പൻ, ഞാൻ അനാഥനല്ല, ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ ഏകനല്ല, ഞാൻ ഒരിക്കലും ഏകനാകാൻ അനുവദിക്കാത്ത ഒരപ്പൻ എനിക്കുണ്ട്. ഹല്ലേലൂയ. I came to know that a living Father who is in heaven, who never let me lonely in my loneliness. Hallelujah. When my heart is hurted or I couldn't share my worries with anybody. Hallelujah. This particular minister has told me that. യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ ഭാഗ്യം നമുക്ക് നൽകിയിരിക്കുന്നു. Hallelujah. But he gave for God so. യോഹന്നാൻ 3:1.
കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ ഭാഗ്യം നൽകിയിരിക്കുന്നു. See how great a love the Father has bestowed on us, that we would be called children of God, and such we are. For this reason the world does not know us, because I didn't know him. Praise the Lord. ഈ ദൈവത്തിൻ്റെ മകനായിട്ട് അനാഥത്വമില്ലാതെ ഞാനൊന്ന് പെടഞ്ഞാൽ, ഞാനൊന്ന് തകർന്നാൽ, ഞാനൊന്ന് കരഞ്ഞാൽ എന്നെ ആശ്വസിപ്പിക്കുന്ന, എന്നെ കരുതുന്ന ഒരു പിതാവ് എനിക്കൊന്നെന്നുള്ള ബോധ്യത്തോടെ, അത് ഏകനല്ലെന്നുള്ളതായ ചിന്തയോടെ ജീവിക്കുന്നത് എത്ര ശ്രേഷ്ഠമാണ്, എത്ര ഭാഗ്യമാണ്. Great blessing to live a life thinking that I've got a great Father who loved me in the time of my needness and also in the time of my loneliness. And I can understand this from this verse, that how great the love the Father has bestowed on us, that we would be called children of God. Praise the Lord. എനിക്ക് തമിഴിലെ ഒരു പാട്ട്, തമിഴ് എനിക്ക് അറിയത്തില്ല, പക്ഷെ പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിലെ ഒരു പാട്ടിൻ്റെ വരികൾ എങ്ങനെയാണ്? യാരും അറിയാതെ എന്നെ നന്നായി അറിந்து തേടി വന്ന നല്ല നേസരേ, യാരും അറിയാതെ എന്നെ നന്നായി അറിந்து തേടി വന്ന നല്ല നേസരേ. പാപത്തിന് പരിഹാരം നൽകുവാൻ, അതെ മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം നൽകുവാൻ നേർച്ച കാഴ്ചകൾക്കോ യാഗങ്ങൾക്കോ കർമ്മകാണ്ഡങ്ങൾക്കോ കഴിയാതിരുന്നപ്പോൾ യേശു ക്രൂശിൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുകയായിരുന്നു. ക്രൂശ് പരാജയമല്ല, ക്രൂശ് ഒരു പരിഹാരമാണ്. We know that cross is not a failure. Instead, it is a solution for all the sins and all the things which we are doing to get rid of the sins is not helping. But cross is, hallelujah, is the root cause. നിങ്ങൾ ശ്രദ്ധിച്ച്, വൈദ്യശാസ്ത്രം ഒത്തിരി വളർന്നു, ശാസ്ത്രം സയൻസ് ഒത്തിരി വളർന്നു, പക്ഷേ മനുഷ്യന്റെ മുൻപിൽ പരിഹാരമില്ലാത്തൊരു പ്രശ്നമായിരുന്നു മരണം. മരണത്തിന് നിത്യപരിഹാരമായിരുന്നു ക്രൂശ്. യേശു ക്രൂശിൽ മരണത്തെ തന്റെ മരണത്താൽ പരാജയപ്പെടുത്തുകയായിരുന്നു. ക്രൂശ് പരാജയമല്ല, ക്രൂശ് ഒരു പരിഹാരമാണ്. We know that cross is not a failure. Instead, he given a death to the death penalty given to the people who do the sins. So by the death of Jesus Christ, he put an end to the death which is the punishment for sin. ഞാൻ പറഞ്ഞു, ക്രൂശ് അത് പരാജയമല്ല, അതൊരു പ്രദർശനമായിരുന്നു. ക്രൂശ് അതൊരു പരാജയമല്ല, അതൊരു പരിഹാരമായിരുന്നു. ഒരു കാര്യം കൂടി ഒറ്റ വാക്കിൽ പറയാം, ക്രൂശ് അത് പരാജയമല്ല, അതൊരു പകരമരണമായിരുന്നു. എനിക്ക് പകരം യേശു മരിക്കുകയായിരുന്നു. The cross is not only the manifestation of love of Jesus Christ, it's also a solution to our sins, but also it is actually a death which is done by Jesus Christ for us, that we should be died on the cross for our sins, but he took that and he died on the cross for our sins. അതുകൊണ്ട് ഇനി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മരണഭീതിയില്ല, പാപത്തിന്റെ ഭയമില്ല, ശിക്ഷാവിധിയുടെ ഭയമില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ, ഈ സന്ധ്യയിൽ, ഈ നല്ല സമയത്ത് എനിക്ക് നിങ്ങളെയൊക്കെ ആഹ്വാനം ചെയ്യുവാനുള്ളത്, യേശു കർത്താവിൽ വിശ്വസിക്കുക. മറ്റൊരുവനിൽ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുവിന്റെ നാമം. യേശുവിന്റെ നാമം വിളിച്ച് രക്ഷ പ്രാപിപ്പാൻ നിങ്ങളെ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. There is no fear of sin or punishment in this earth. Once you believe that Jesus Christ is God, and he will accept you as children of God, hallelujah, and sons and daughters, and believe there is no other name given under heaven for humans to be, hallelujah, to be saved. The only name, that's the name of Jesus Christ. Believe him and you will be saved. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധയോടെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. May God Almighty help you and bless you all, and whoever is listening patiently, may God bless you all. Amen. Hallelujah. Thank you, Pastor, for that blessed sermon. I hope, I reckon this is a blessed sermon for you. This is a blessed time for you. Hallelujah. We're going to sing a song together. So this is a Paka Tamil song. So I request Tamil friends to enjoy this song as well. So one more request. I request all the kids to come forward and occupy this front space. Kids, please come forward. Yes. All kids, please come forward. കുട്ടികളെല്ലാം മുന്നോട്ട് വന്നാട്ടെ. This way.
കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം. Can you please stand up, please, everyone? Thank you, കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം. കുതൂകലം കൊണ്ടാട്ടമേ എന്റെ യേശുവിൻ സന്നിധാനത്തിൽ, കുതൂകലം കൊണ്ടാട്ടമേ എന്റെ യേശുവിൻ സന്നിധാനത്തിൽ. ആനന്ദം ആനന്ദമേ എന്നൻപെരു തിരുപാദത്തിൽ. ഓ ആനന്ദം ആനന്ദമേ എന്നൻപെരു തിരുപാദത്തിൽ. കുതൂകലം കൊണ്ടാട്ടമേ എന്റെ യേശുവിൻ സന്നിധാനത്തിൽ. ആമേൻ. കുതൂകലം കൊണ്ടാട്ടമേ എന്റെ യേശുവിൻ സന്നിധാനത്തിൽ. ഓ നല്ലവൻ യേശു, പാവയ്ക്കും ദൈവം, വെറ്റിമേൽ വെറ്റി വന്ന. ഓ നല്ലവൻ യേശു, പാവയ്ക്കും ദൈവം, വെറ്റിമേൽ വെറ്റി വന്ന. ഒരുമയായി കൂടി ഹോസാന പാടി ഉയരെല്ലാം ഉയരേറ്റുമോ. ഒരുമയായി കൂടി ഹോസാന പാടി. ഓ കുതൂകലം കൊണ്ടാട്ടമേ എന്റെ യേശുവിൻ സന്നിധാനത്തിൽ. ആമേൻ. കുതൂകലം കൊണ്ടാട്ടമേ യേശുവിൻ സന്നിധാനത്തിൽ. ആനന്ദം ആനന്ദമേ എന്നൻപെരു തിരുപാദത്തിൽ. ഓ ആനന്ദം ആനന്ദമേ. ഓ പാപമെല്ലാം പറന്നതും നെയ്കളെല്ലാം തീർത്തതും യേശുവിൻ രക്തത്തിനാ. ഓ പാപമെല്ലാം പറന്നതും ஓ கிறிஸ்துவுக்குள் வாழ்வே கிருபையாலும் விடுவே பரிசுத்த ஆவியினால். கிறிஸ்துவுக்குள் வாழ்வே கிருபையாலும் விடுவே பரிசுத்த ஆவியினால். ஆமென். குதூகலம் கொண்டாட்டமே യേശുവിൻ സന്നിധാനത്തിൽ. ആമേൻ. കുതൂകലം കൊണ്ടാട്ടമേ. ഓ ദേവാദിദേവൻ ദിനംതോറും തങ്കം ദേവാലയം നാമേ. ഓ ദേവാദിദേവൻ. ഓ ആവിയാന ദേവൻ അച്ചാരമാനം അതിശയം അതിശയമേ. ആവിയാന ദേവൻ അച്ചാരനാല് അതിശയം അതിശയമേ. ആമേൻ. കുതൂകലം കൊണ്ടാട്ടമേ യേശുവിൻ സന്നിധാനത്തിൽ. ആമേൻ. കുതൂകലം കൊണ്ടാട്ടമേ. അപ്പാ നല്ലവൻ യേശു, വാഴ്വയ്ക്കും ദൈവം, വെറ്റിമേൽ വെറ്റി വന്ന. നല്ലവൻ യേശു. അപ്പാ ഒരുമയായി കൂടി ഹോസാന പാടി ഉയരെല്ലാം കൂടി ഏറ്റുമോ. ഒരുമയായി കൂടി ഹോസാന പാടി ഊരെല്ലാം കൂടി ഏറ്റുമോ. ആമേൻ. കുതൂകലം കൊണ്ടാട്ടമേ എന്റെ യേശുവിൻ സന്നിധാനത്തിൽ. ആമേൻ. കുതൂകലം കൊണ്ടാട്ടമേ. ആമേൻ. ആനന്ദം ആനന്ദമേ എന്നൻപെരു തിരുപാദത്തിൽ. ആമേൻ. ആനന്ദം ആനന്ദമേ. അപ്പാ എക്കാല ശബ്ദം ദൂതർകൾ കൂട്ടം. ആമേൻ. ഹല്ലേലൂയ. എക്കാലം ശബ്ദം ദൂതർകൾ കൂട്ടം യേശു വരുകിന്തിനാൻ. ഒന്നായ കൂടി ഒഴുകിൻ വരും മഹിമയിൽ പ്രവേശിപ്പോ. ഒരു മേല കൂടി. ആമേൻ. ഹല്ലേലൂയ. ഓ കുതൂകലം കൊണ്ടാട്ടമേ യേശുവിൻ സന്നിധാനത്തിൽ. ആമേൻ. കുതൂകലം കൊണ്ടാട്ടമേ യേശു
ആമേൻ. ആനന്ദം ആനന്ദമേ എന്നാൻ തിരുപ്പാദത്തിൽ. ഓ ആനന്ദം ആനന്ദമേ. ആമേൻ. ആനന്ദം ആനന്ദമേ എന്നാൻ തിരുപ്പാദത്തിൽ. ഓ ഹല്ലേലൂയ. ആനന്ദം ആനന്ദമേ എന്നാൻ തിരുപ്പാദത്തിൽ. ഓ കുതൂകലം കൊണ്ടാട്ടമേ യേശുവിൻ സന്നിധാനത്തിൽ. ആമേൻ. കുതൂകലം കൊണ്ടാട്ടമേ യേശുവിൻ സന്നിധാനത്തിൽ. ഓ ആനന്ദം ആനന്ദമേ ഞാൻ തിരുപ്പാദത്തിൽ. ആമേൻ. ഓ ആനന്ദം ആനന്ദമേ ഞാൻ തിരുപ്പാദത്തിൽ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. Amen. Hallelujah. Let's be all seated. And this is I think, the special moment of the day, a cake cutting and blessing prayer. I request Pastor Mane to come forward. Rajana, Joshua, come forward. Joshua, come on. Sheila, പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. നമുക്ക് ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കരങ്ങൾ ഇങ്ങോട്ട് നീട്ടാൻ പറ്റുന്നവരെല്ലാം നിങ്ങളുടെ കൈകൾ ഇങ്ങോട്ട് നീട്ടിക്കാട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രിയ ജോഷുവെ ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവന് 8 വയസ്സ് ആയുസ്സും ആരോഗ്യവും കൊടുത്തു. പിന്നെയും ദൈവനെ സഹായിപ്പാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീതമായ നല്ല സമയത്തിനായി സ്തോത്രം. പ്രത്യേകിച്ച് പ്രിയ രാജപുത്രനെയും ശീലസൃഷ്ടിയെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവരെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നൽകി. എല്ലാവരും കർത്താവെ അവർക്ക് നീ തലമുറയെ നൽകി. ഓർത്ത് സ്തോത്രം. പ്രിയ ജോഷു മോനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, കഴിഞ്ഞ 7 വർഷക്കാലം ജീവിപ്പാൻ കർത്താവിന് കൃപ നൽകിയല്ലോ. പുതിയൊരു വർഷത്തിലേക്ക് അവൻ കാൽ വെച്ചിരിക്കുന്നു. കർത്താവിൻ്റെ കൃപ അവനോട് കൂടിയിരിക്കണമേ. കർത്താവെ ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവകൃപയിൽ അവൻ വളർന്നു വരുവാൻ സഹായിക്കണമേ. അവൻ്റെ ഭാവിയോട്, അവൻ്റെ ആരോഗ്യത്തോട്, അവൻ്റെ വിദ്യാഭ്യാസത്തോടൊന്നും ശത്രുവായ പിശാച് പോരാടുവാൻ ഇടയാക്കലെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്റെ പൈതലിനെ നിന്റെ ദാസനായ അടിയൻ ബലഹീനമായ കരം വെച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അവനെ അനുഗ്രഹിക്കണം. ദൈവകൃപയിൽ വളരുവാൻ സഹായിക്കണം. പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു, ജ്ഞാനം പ്രാപിച്ചു. ദൈവകൃപ അവനോട് കൂടി ഉണ്ടായിരുന്നു. നിങ്ങൾ വായിക്കുന്ന പോലെ ആത്മാവിൽ ബലപ്പെടുവാൻ, ജ്ഞാനം പ്രാപിപ്പാൻ ദൈവകൃപ അവനോട് കൂടി ഉണ്ടായിരിക്കണമേ. ഈ കുടുംബത്തെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങൾ അറിയണമേ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, മഹത്വം അങ്ങെടുക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്ന കേൾക്കണം പിതാവേ. ആമേൻ. Happy birthday to you. Happy birthday, happy birthday. Happy birthday to you. May the good God bless you. May the good God bless you. May the good God bless Joshua. Happy birthday to you. Hey!
Praise the Lord. Yeah. So this is I request Raja brother to share some part of his testimony for a few moments. Hello. Good evening. Praise the Lord. எங்களுடைய இன்விடேஷனை எங்களோட அழைப்பை ஏற்று என்னோடய மகனோட பர்த்டேக்கு வந்திருக்கிற உங்களை எல்லாருக்கும் வாழ்த்து ரொம்ப நன்றி சொல்கிறேன். Praise the Lord. Thank you for everyone to joining this birthday Thanksgiving prayer for Joshua. This time I want to share a small testimony within few minutes. I want to share with you. அநேக மொழிகள் பேசி அநேக தேசங்களிலிருந்தும் எல்லாரும் ஒருவரை நேசிக்கிறதுனால நீங்கள் எல்லோரும் வந்திருக்கீங்க. மீண்டும் நான் உங்கள் வந்த எல்லாருக்கும் ரொம்ப நன்றி சொல்கிறேன். Even though we are in different languages, different nations, but still we are united together with love one another. Thank you for everyone. நான் ரொம்ப ஷார்ட்டாக என்னுடைய ஒரு டெஸ்டிமனி சொல்லிக்கிறேன். ரொம்ப very short I will share my testimony. நான் இயேசு அறியாத ஒரு கிராமத்துலேருந்து பிறந்து என்னோட 20வது வயசில் நான் ஐடிஐ படிச்சுட்டு அப்ரண்டிஸ் பண்ணும்பொழுது நான் ரசிக்கப்பட்டேன். My family actually not know Jesus. In my age of 20, I finished my ITA studies and I was led into the salvation. God led into the salvation. என்னோட 21வது வயசுலேயே நான் சிங்கப்பூருக்கு போயிட்டு 17 ஆண்டுகள் அங்கே ஒர்க் பண்ணியிருக்கேன். In my age of 23rd, I go to Singapore and worked there for 17 years. என்னுடைய 2012ஆம் ஆண்டு எனக்கு திருமணம் பெற்றோர்களால் ஒழுங்கு செய்யப்பட்டது. In my in 2012, in my marriage, it was organized by my family, both families, my family and my wife family. அதன் பிறகு எங்களுக்கு 6 மந்த்துக்கு பிறகு ஒய்ஃபு ஃபஸ்ட்டு கன்சீவ் ஆனாங்க. She got conceived after 6 months after the marriage. அந்த குழந்தை ஆனால் ஆஃப்டர் 6 மந்த்தில் அது சரியாக வளர்ச்சி இல்லாமல் அபார்ஷன் ஆகி ஒரு கேர்ள் பேபி இறந்து போனாங்க. Actually, this first girl baby after 6 months, she was abortioned due to less growth. அதன் பிறகு சில மந்த் கழித்து ஒய்ஃபு முதல் முறையாக சிங்கப்பூருக்கு ஒர்க் பண்ணுறதுக்கு நர்ஸாட்டு வந்தாங்க. After 2 months, she came to Singapore to work as a nurse. அதில் 2018ஆம் ஆண்டு மறுபடியும் 6 ஆண்டுகள் குழந்தை இல்லாமல் இருந்தோம். மறுபடியும் எல்லாரும் ப்ரேயர் பண்ணி ஆண்டவர் எங்களுக்கு மறுபடியும் ஒரு ஜோஷுவாவை கொடுத்தாங்க. We don't have child for almost 6 years. Then after 6 years, every one of prayers and our prayers, we got Joshua in 2018. அது மாத்திரம் இல்லை, ஜோஷுவா கன்சீவ் ஆன உடனே அவங்களுக்கு 2 காலம் நடக்க முடியாமல் ஒரு ஸ்டெப்பு கூட எடுத்து வைக்க முடியாது, அப்படியே அந்த நடக்க முடியாமல் போயிடுச்சு. When she got conceived, Joshua, that time she can't able to walk. His both legs get paralyzed. He cannot able to walk. அந்த 1 மந்த்து ஒய்ஃபோட அக்கா ஒரு 1 ஹவர் தூரம் நாங்கள் இருந்த வீட்டில் இருந்து, ஸோ அவங்க வீட்டில் போயிட்டு அவங்க வீட்டில் எப்படின்னா அந்த பாத்ரூம் போகிறதுக்கு எல்லாத்துக்குமே அவங்களால வாக் பண்ண முடியாது. ஸோ ஒரு ட்ராலியில் வச்சு தான் வந்து தள்ளணும். His elder sister was just 1 hour travel from our place. She was there. She can't able to walk. We used the trolley for the movements. அவங்களோட அக்கா பிள்ளைங்க தான் அவங்கள டேக்கர் பண்ணிட்டாங்க எங்கேயும் மூவ் பண்ணுறதுனாலும். ஸோ அந்த 1 மந்த் ரொம்ப கஷ்டமாக இருந்துட்டு அதுக்கப்புறம் ப்ரேயர் பண்ணி மெடிசன்லாம் எடுத்து ஒரு ஹீலிங் ஆகலை.
அவர் ப்ரேயர் பண்ணி ஆண்டவர் அப்புறம் அந்த 1 மந்த்துக்கு அப்புறம் நடக்கிறதுக்கு கிருபை செய்தார். Her children actually helped in the wheelchair. We prayed for 1 month, then after that only we get cured. அப்புறம் 3 மந்த் ப்ரெக்னென்ட் ஆகிற டைமில் இந்தியா போயிட்டாங்க. Then that time we will leave to India. இந்தியாவில் இருக்கும்போது டாக்டர் அப்புறம் செக்கப் போகும்போது 8 மந்த் இருக்கிறப்ப செக் பண்ணும்போது டாக்டர் கருவில் தண்ணி இல்லை, ஸோ உடனே எமர்ஜென்சி ஆப்ரேஷன் பண்ணி எடுக்கணும்னு சொல்லிட்டாங்க. During 8 month we go to medical checkup in India. That time doctor told there is less water, so we have to go for cesarean. நாங்கள் ரொம்ப பயந்தோம். ஃபஸ்ட்டு குழந்தையும் இப்படி அபாசனம் ஆயிடுச்சு, ஸோ 2வது குழந்தைக்கும் இப்படி ஆயிடுச்சுன்ட்டு ரொம்ப பயம். ஸோ இருந்தாலும் ப்ரே பண்ணோம். ஆண்டவர் அற்புதமாக ஜோஷுவா அந்த 8 மந்தில் பிறந்தான் 2 கிலோ எடையோட. I was very scared because the first baby also gone, then second baby also we have this problem. I was helpless and very scared. அதுக்கப்புறம் ஆண்டவர் சுகம் கொடுத்து 2 வயசு வரைக்கும் ஒய்ஃபு கூட இருந்தாங்க. அதன் பிறகு மறுபடியும் 2 வயசுக்கு பிறகு ஒய்ஃபு மறுபடியும் சிங்கப்பூருக்கு ஒர்க் பண்ண வந்துட்டாங்க. ஸோ ஜோஷுவா என்னோட மதரில் அவங்க வீட்டில் தான் இருந்தாங்க. But God did a miracle in my life. In the 8th month Joshua was born, and my sister Sheila was with him for 2 months. Then they back to work in Singapore. சாரி 2 இயர்ஸ். 2 years, sorry. 2 years, sorry. அதுக்கப்புறம் மறுபடியும் இங்கே ஆண்டவர் ஒரு வழியை திறந்து கொடுத்தாங்க அந்த கிறிஸ்டி சிஸ்டர் மூலமாக. ஸோ அப்புறம் யூகேக்கு அப்போ எல்லாம் பிரிஞ்சிருந்த மகன் வந்து இந்தியாவில், நானும் ஒய்ஃபும் சிங்கப்பூரில். அப்புறம் யூகே வரத்துக்கு ஆண்டவர் வழி செய்ததுனால திரும்ப நான் ஒய்ஃப் ஃபஸ்ட்டு வந்தாங்க. ஆஃப்டர் 6 மந்த்து நானும் ஜோஷுவாவும் இங்கே வந்தோம். ஆண்டவர் இப்படியாக எங்களுக்கு ஒரு அற்புதம் செய்தார். அது மாத்திரமில்லை, என்னோடய பாவங்கள் அக்கிரமம் எல்லாவற்றையும் மன்னித்து எனக்கு ஒரு விடுதலை கொடுத்தார். நான் இயேசு அறியாத இருந்த குடும்பத்திலிருந்து ஆண்டவரை நான் அகேன்ஸ்டாக பேசினேன், என்னையும் ரசித்தார். அதுபோல் எனக்கு ஒரு சமாதானத்தை கொடுத்தார், அந்த ஒரு நம்பிக்கையை. அதுபோல் நிறைய சாட்சிகள் சொல்லலாம், பட் டைம் இல்லை, ஆல்ரெடி டைம் ரொம்ப ஆயிடுச்சு. ஸோ சாரி. God did another miracle. He gave us a chance to come out to UK with brother Victor and sister Christy family. Through them they helped to bring out to the UK. Then God forgive my sins, and God give the salvation to in my life, and He give peace in my life, and He forgive all my sins. That's I believe, and I put a faith on Him. ஸோ அதுபோல் இந்த அரேஞ்ச்மெண்ட் பண்ண இந்த யூகேயில் யாருக்கும் எங்களை ரிலேஷன் யாரும் கிடையாது. ஸோ அவங்கள மாத்திரம் தெரியும். அந்த மறுபடியும் இங்கே வந்த பிறகு, சர்ச்சில் வந்த பிறகு இங்கே எல்லாரும் ஒரு நண்பர்கள் ஆனாங்க. அது மாத்திரம் இல்லை, இங்கே அநேகரை இப்போ மீட் பண்ண முடியுது. ஸோ எல்லோரும் ஒருவர் நேசிக்கிறதுனால இப்போ எல்லோரும் கூடி வந்திருக்கீங்க. ஸோ மீண்டும் சொல்கிறேன், வந்த எல்லாருக்கும் ரொம்ப நன்றி. அது மாத்திரமல்ல, இந்த ஒரு ப்ரோக்ராம் அரேஞ்ச் பண்ணதுக்கு பாஸ்டருக்காகவும் சர்ச் மெம்பர்ஸு அது போல் எல்லா ஃபேமிலிஸு நிறைய ஹெல்ப் பண்ணாங்க. ஸோ எல்லாருக்கும் ரொம்ப ரொம்ப நன்றி சொல்கிறேன். When we came to the UK, we don't have any relation or friends, but we have many friends now. So thank you again, everyone, to join this birthday Thanksgiving prayer. Then especially Pastor Manoj and the church congregation to having this wonderful party event and arranging all those things. And thanking again Pastor Manoj. ஸோ வந்த எல்லாருக்கும் ரொம்ப நன்றி. அதே போல் வந்து இந்த சர்ச்சு வந்து தமிழ் மலையாளம் வந்து எல்லா சண்டேவும் 1 இருக்குது. ஸோ முடிஞ்சால் உங்களுக்கு டைம் இருந்துச்சுன்னா விருப்பம் உள்ளவங்க வந்து அதில் ஜாயின் பண்ணலாம். அதே போல் தமிழ் சர்ச்சும் இருக்குது. ஸோ அதுலேயும் விருப்பம் உள்ளவங்க நாங்கள் கட்டாயம் இல்லை. ஸோ உங்களுக்கு எனக்கு கிடைச்ச அந்த சமாதானம், எனக்கு அந்த ரட்சிப்பு எல்லாருக்கும் கிடைக்குன்னு நான் விரும்பி அதை நான் உங்கள்கிட்ட ஷேர் பண்ணுறேன். ஸோ உங்களுக்கு அப்படி விருப்பம் இருந்ததுன்னா தமிழ் சர்ச்சுக்கு போகிறனால பிரதர் சுதாகர் பிரதர் விக்டரு அவங்கள கான்டாக்ட் பண்ணலாம். அதே போல் இங்கே மலையாள சர்ச்சுக்கு வரதுனாலும் பாஸ்டர் இங்கே உள்ளவங்க எல்லாரையும் கான்டாக்ட் பண்ணலாம். ஸோ மீண்டும் சொல்கிறேன், வந்த எல்லாருக்கும் ரொம்ப ரொம்ப நன்றி. எங்களோட அழைப்பை ஏற்று வந்த எல்லா ஃபேமிலிக்கும், அதே மாதிரி சில்ட்ரன்ஸ் அவங்களோட பேரண்ட்ஸ் எல்லாருக்கும் ரொம்ப தேங்க்ஸ். காட் பிளஸ் யூ ஆல். Thank you again for everyone for joining. We have just told we have the Malayalam church and we have the Tamil churches also. If anyone wish, you can join as well. I want to share what I receive, the peace and the salvation and the forgiveness on my sins. So I want to share this to everyone.
So if you feel something, and you can talk to any of the brothers and the pastor, and we are welcome you all, and thank you for joining. ഒരു വാക്കുകൂടി പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ രാത്രിക്കായി സ്തോത്രം. ഞങ്ങൾക്ക് ഒരുമിച്ച് നൽകിയ കൂട്ടായ്മയ്ക്കായി സ്തോത്രം. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോട് കൂടിയിരുന്നല്ലോ. പ്രിയ രാജാവിനെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോഷുവയ്ക്കായി സ്തോത്രം. ഇവിടെ വന്ന എല്ലാവർക്കായി സ്തോത്രം. അങ്ങയുടെ വചനം കേട്ടവരുണ്ടല്ലോ, ഹൃദയത്തിൽ കർത്താവിനെ കൈക്കൊള്ളുവാൻ, കർത്താവിൽ വിശ്വസിപ്പാൻ, ദൈവമക്കളായി തീരുവാൻ നീ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഭാഗ്യം നൽകണമേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. അനുഗ്രഹത്തോടെ ഞങ്ങളെ അയക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മഹത്വമെല്ലാം അങ്ങെടുക്കണം. ഞങ്ങൾക്കായിട്ട് ഒരുക്കപ്പെട്ട ആഹാര പദാർത്ഥങ്ങൾക്കായിട്ട് സ്തോത്രം. അതിനെ ശുദ്ധീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. ശുശ്രൂഷകരങ്ങളെ, മുഖാന്തരങ്ങളെ എല്ലാം അനുഗ്രഹിക്കണം. നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് പ്രതിഫലം നൽകണം. പ്രാർത്ഥന കേട്ടതിനായി ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണം പിതാവേ. നമ്മുടെ കർത്താവ് രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും നമ്മെ അനുഗ്രഹിച്ച് പരിപാലിച്ച് വഴി നിർത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ കൂട്ടായ്മയും കാവലും സഹവാസവും പ്രിയമുള്ളവരെയും നാം ഏവരോടുകൂടിയും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടുകൂടെ, പ്രിയ ജോഷയോടുകൂടെ, പ്രിയ രാജഭവനോട് കുടുംബത്തോടുകൂടെ, ഇവിടെ കടന്നുവരിക്കുന്ന എല്ലാ ദൈവമക്കളോടുകൂടെ, ലോകമെമ്പാടും ചെയ്തിട്ട് പാർക്കുന്ന സകല വിശുദ്ധന്മാരോടുകൂടെ ഇന്നു മുതൽ എന്നേക്കും കർത്താവിൻ്റെ മധ്യാകാശം ഒരുവരെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് ജയം നിന്ന കർത്താവിനെ നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.